നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്മൾ മാത്രമായിരിക്കില്ല ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. പല സാഹചര്യങ്ങളിലും മറ്റുള്ളവർക്കും മൊബൈൽ യൂസ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ മൊബൈലിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസുകൾ, അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റകളൊക്കെ അവർക്കും കാണാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ സാധാരണ ആപ്പ് ലോക്ക് ഉപയോഗിക്കാറുണ്ട്. മൊബൈലിൽ ഇൻബിൽട്ടായിട്ട് ഇപ്പോൾ ആപ്പ് ലോക്ക് ഉണ്ട്. അതൊന്നും ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കും ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ആപ്പ് ലോക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതിൽ ആരെങ്കിലും നമ്മൾ ആപ്പ് ലോക്ക് ചെയ്തു വെച്ച ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ സഹിതം നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ തന്നെയാണ് ഇപ്പോൾ ഇൻബിൽട്ട് ആയിട്ടുള്ളത്. ഞാനിവിടെ മുകളിൽ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അലോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഡോണ്ട് അലോ കൊടുക്കുക. ഞാനിവിടെ അലോ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ പിൻ കോഡ് അല്ലെങ്കിൽ പാറ്റേൺ കോഡ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഡ് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പിൻ കോഡ് എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നത്. അവിടെ ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 4 അക്ക പിൻ കോഡ് ഞാനിവിടെ എൻ്റർ ചെയ്തു. വീണ്ടും എൻ്റർ ചെയ്തു. ഇപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ വാട്സാപ്പ് ഇവിടെ ലോക്ക് ചെയ്യാണ്. നമ്മുടെ ആപ്ലിക്കേഷൻസുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ വാട്സാപ്പ് ഇവിടെ ലോക്ക് ചെയ്യാണ്. അതിനുശേഷം ഞാനിവിടെ എഗ്രി കൊടുക്കുകയാണ്. ഇവിടെ ഒരു പെർമിഷൻ കൂടി അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പെർമിഷൻ കൂടി അലോ ചെയ്തു. ഇവിടെ എഗ്രി കൊടുക്കുകയാണ്. ഈ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. നമ്മൾ കൊടുത്ത പാസ്വേഡ് ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇത് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വാട്സാപ്പ് ഇവിടെ ലോക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇടതുവശത്ത് മുകളിൽ ഒരു സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ടേക്ക് പിക്ചർ ഓഫ് ദ ഇൻട്രൂഡർ എന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എനബിൾ അല്ല എങ്കിൽ ഇവിടെ എനബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എനബിൾ ആയിട്ടുണ്ട്. തൊട്ട് താഴെ ടേക്ക് എ ഫോട്ടോ വെൻ ദ പാസ്വേഡ് എന്ന ഭാഗത്ത് 3 times എന്നാണുള്ളത്. അവിടെ ഏരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈം പാസ്വേഡ് തെറ്റായിട്ട് അടിക്കുമ്പോഴാണ് ഫോട്ടോ എടുക്കേണ്ടത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ഇൻബിൽട്ടായിട്ട് 3 ടൈമാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ 2 ടൈം ആക്കിയിട്ടുണ്ട്. അതിനുശേഷം സേവ് കൊടുത്തു. ഇപ്പോൾ 2 ടൈം ആരെങ്കിലും പാസ്വേഡ് തെറ്റായിട്ട് അടിച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്ത ആപ്ലിക്കേഷനോ മറ്റോ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ എടുത്ത് നമുക്ക് കാണിച്ചു തരും. ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ തീംസൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഇപ്പം ഞാനതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാനൊന്ന് ബാക്ക് വന്നിട്ട് വാട്സപ്പ് ഒന്ന് തുറക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ വാട്സപ്പ് ഇവിടെ ലോക്കാണ്. ഞാനിപ്പോൾ തെറ്റായിട്ടുള്ള ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാണ്. ഒരു പ്രാവശ്യം എൻ്റർ ചെയ്തു. വീണ്ടും തെറ്റായിട്ടുള്ള മറ്റൊരു പാസ്വേഡും കൂടി ഞാനിവിടെ എൻ്റർ ചെയ്യാണ്. ഉടനെ തന്നെ ഒരു ഫോട്ടോ എടുത്ത സൗണ്ട് നിങ്ങൾക്കിവിടെ കേൾക്കാൻ സാധിക്കും. ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് തുറന്നു നോക്കാം. ആപ്ലിക്കേഷൻ ഞാൻ തുറക്കുകയാണ്. കൃത്യമായ പാസ്വേഡ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സാപ്പിൽ നിന്ന്, അതായത് വാട്സാപ്പാണ് തുറക്കാൻ ശ്രമിച്ചത്. അവിടെ നമ്മൾ ഡേറ്റും ടൈമും ഒക്കെ ഏത് സമയത്താണ് അവർ തുറക്കാൻ ശ്രമിച്ചത് എന്ന് കൃത്യമായിട്ട്, ഞാനിപ്പം ഫേസ് ഇവിടെ കാണിക്കാത്തതുകൊണ്ട് ഫേസ് എടുത്തിട്ടില്ല. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ ലോക്ക് ചെയ്തതാണെന്ന് തുറക്കുന്നവർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഫേസ് വെച്ചിട്ടായിരിക്കും അവർ തുറക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരുടെ ഫേസ് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരും. പല സന്ദർഭങ്ങളിലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.